നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരു ജയന്തി നാടെങ്ങും ഭക്തിപുരസരം ആഘോഷിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ദുരിതബാധിതർക്കായി ശേഖരിച്ച അവശ്യ സാധനങ്ങളുമായുള്ള വാഹനം പെരിങ്ങോട്ടുകരയിൽ നിന്ന് പുറപ്പെട്ടു. വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കിടപ്പാടമൊരുക്കാൻ ഡിവൈഎഫ്ഐ വാടാനപ്പള്ളി മേഖലാ കമ്മിറ്റി മീൻ കച്ചവടം നടത്തി. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുദേവന്റെ 170-ാം ജയന്തി നാടെങ്ങും ആഘോഷിച്ചു. വിവിധ യൂണിയനുകളുടെയും ശാഖകളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഗുരുമന്ദിരങ്ങളിലും ക്ഷേത്രങ്ങളിലും ചടങ്ങുകളുണ്ടായി. SNDP യോഗം പെരിങ്ങോട്ടുകര യൂണിയൻ ഗുരുജയന്തി ആഘോഷിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഹണി കണാറ പതാക ഉയർത്തി. തുടർന്ന് വിളംബര വാഹന ഘോഷയാത്ര നടന്നു. വൈകിട്ട് 4-ന് തൃപ്രയാർ കിഴക്കേ നടയിലെ പുഴയോരത്തു നിന്നും യൂണിയന്റെ നേതൃത്വത്തിൽ ഘോഷയാത്ര ആരംഭിച്ച് തൃപ്രയാർ ചേർപ്പ് സംസ്ഥാന പാതയിലൂടെ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. 65 ശാഖായോഗങ്ങളിലെ അംഗങ്ങളും ഗുരുദേവ ഭക്തരും ഘോഷയാത്രയിൽ പങ്കെടുത്തു. വൈകിട്ട് പെരിങ്ങോട്ടുകര ശ്രീനാരായണ ഹാളിൽ നടന്ന പൊതുയോഗം ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ് സമ്മാനദാനം നിർവഹിച്ചു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ ശാന്തിഹോമം, ഗുരുപൂജ, തിരുപ്പിറവി പൂജ എന്നിവ നടന്നു. രാവിലെ ഘോഷയാത്ര, മഹാഗുരുപൂജ, അന്നദാനം എന്നിവയുണ്ടായി. വൈകിട്ട് ദീപാരാധന, സമൂഹ പ്രാർത്ഥന എന്നിവ നടന്നു. നാട്ടിക ശ്രീനാരായണ ഗുരു മന്ദിരാങ്കണത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 170-ാമത് ജയന്തി ആഘോഷങ്ങൾ ആരംഭിച്ചു. രാവിലെ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് AV സഹദേവൻ പീതപതാക ഉയർത്തി. തുടർന്ന് വേണുശാന്തിയുടെ കാർമ്മികത്വത്തിൽ ശ്രീനാരായണ മന്ത്രോച്ചാരണങ്ങളാൽ ഗുരുപൂജ നടത്തി. നാട്ടിയ ഗ്രാമത്തിലെ എല്ലാ വീഥികളിലൂടെയും പുഷ്പാലങ്കാരത്തോടുകൂടി 2 വാഹനങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള വാഹന ഘോഷയാത്ര നടത്തി. ആഘോഷ പരിപാടികൾക്ക് PK സുഭാഷ് ചന്ദ്ര മാസ്റ്റർ, TK ദയാനന്ദൻ, CK സുഹാസ്, NAP സുരേഷ് കുമാർ, ബൈജു കോറോത്ത്, CP രാമകൃഷ്ണൻ മാസ്റ്റർ,
സുരേഷ് ഇയാനി, CK ഗോപകുമാർ, ഗണേശൻ ചിരിയാട്ട്, CR ശശിധരൻ, അംബിക ടീച്ചർ, പവിത്രൻ ഇയാനി, സുന്ദരൻ CR, പ്രേമദാസൻ പുഴയക്കടവിൽ, തിലകൻ പുഞ്ചപ്പാടത്ത്, പ്രേംദാസ് വേളേക്കാട്ട്, ദിവാകരൻ കോടപ്പുള്ളി, ബീന അനുരാജ്, സന്ധ്യ റസിൻ രാജ്, രാജീവ് MR, ജയപ്രകാശ് വാളക്കടവിൽ, അജയൻ തോട്ടുപുര, ശശിധരൻ CS തുടങ്ങിയവർ നേതൃത്വം നൽകി. SNDP യോഗം തൃത്തല്ലൂർ ശാഖ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. ഗുരുപൂജ, പതാക ഉയർത്തൽ, രഥഘോഷയാത്ര, PV വിജയൻ മാസ്റ്റർ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം, കാർഷിക വ്യവസായ വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് പുലർത്തി അംഗീകാരം നേടിയവരെ അനുമോദിക്കൽ, മുതിർന്ന ശാഖാ ഭാരവാഹികളെ ആദരിക്കൽ എന്നിവ നടന്നു. തൃത്തല്ലൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര താളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുജയന്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ KS ദീപൻ അധ്യക്ഷനായി. ശാഖാ പ്രസിഡന്റ് PS പ്രദീപ് പതാക ഉയർത്തി. ജനറൽ കൺവീനർ സുനിൽ പുളിപ്പറമ്പിൽ പതാക സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KS ധനീഷ്, ശാഖാ സെക്രട്ടറി VB സന്തോഷ് എന്നിവർ സംസാരിച്ചു. വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി PV ശ്രീജ മൗസമി ജയന്തി സന്ദേശം നൽകി. ലളിത സിദ്ധാർത്ഥൻ ഭദ്രദീപം തെളിയിച്ചു. ശ്രീമതി വിജയൻ ഗുരുപൂജ നടത്തി. ഷീബ ബിമൽ റോയ്, KP പ്രവീൺ, CK മധു, CP ബിമൽ റോയ്, സോമൻ ബ്രാരത്ത്, മോഹനൻ മഞ്ഞിപ്പറമ്പിൽ, PR പ്രസന്നൻ, ഗിരീഷ് പള്ളിക്കടവത്ത്, നിമിൻ മോഹനൻ തറയിൽ, പ്രസാദ് ആന്തുപറമ്പിൽ, ജ്യോതിഷ് CK എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പുതിയ തലമുറ അറിഞ്ഞു പോകേണ്ടതാണ്. ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളും ശ്രീനാരായണ ഗുരുദേവന്റെ കൃത്യമായിട്ടുള്ള സന്ദേശങ്ങളുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. 1856 ഗുരുനാഥൻ ജനിക്കുന്നത്. ചതയം നക്ഷത്രത്തിൽ ആഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മാടനാശാൻ എന്ന് പറയുന്ന സംസ്കൃത, തമിഴ്, മലയാളം ഒക്കെ തന്നെ പാവപ്പെട്ട ജനവിഭാഗത്തിന് അന്യം നിർത്തിയിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് വലിയ തോതിൽ അത്തരം പഠനങ്ങൾ നടത്തിക്കൊണ്ട് സാധാരണക്കാരന് ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള, രാമായണം ഉൾപ്പെടെയുള്ള സംസ്കൃത ശ്ലോകങ്ങൾ പഠിപ്പിക്കുകയും നിലത്തിരുത്തി പഠിപ്പിക്കുകയും അക്ഷരാഭ്യാസം ആദ്യമായി കേരളത്തിൽ കൊടുത്ത ഏറ്റവും മഹാനായ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ അച്ഛൻ. വാടനപ്പള്ളി ശാഖയിലെ ഗുരുജയന്തി ആഘോഷം ഗണേശമംഗലം ക്ഷേത്രത്തിൽ നിന്നും രഥസംഗമത്തോടെ ആരംഭിച്ചു. യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. പീതപതാക കൺവീനർ അനിൽകുമാർ ഏറ്റുവാങ്ങി. ചെയർമാൻ രഘുനാഥ് CM അധ്യക്ഷത വഹിച്ചു. മേപ്രങ്ങോട്ട് ക്ഷേത്രം, കുന്നത്ത് ക്ഷേത്രം, ചക്കാമടത്തിൽ ക്ഷേത്രങ്ങളിലും ഘോഷയാത്ര കടന്നുപോയി. വഴിത്താരകളിലെല്ലാം സ്വീകരണങ്ങൾ ഒരുക്കി. ശാഖാ പ്രസിഡന്റ് CG രവീന്ദ്രൻ്റെ വസതിയിൽ സമാപിച്ചു. സെക്രട്ടറി നാരായണ ബാബു, KA രാഹുലൻ, CD ബാലഗോപാൽ, CD സിംഗ്, T പവിത്രൻ, ജയരാജൻ വലിയാലക്കൽ, ബ്രഹ്മാനന്ദൻ വായിക്കാട്ടിൽ, സുഗതൻ എന്നിവർ നേതൃത്വം നൽകി. കൺകണ്ട ദൈവത്തിൻ്റെ തിരുനാളാണ് ഇന്ന്. അത് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടാടുക എന്നുള്ളത് നമ്മളുടെ കടമയും കർത്തവ്യവും ഒക്കെയാണ്. അതിന് ഇവിടെ വാടാനപ്പള്ളി ശാഖയുടെയും അതേപോലെ തന്നെ തൃത്തല്ലൂർ ശാഖയുടെയും ആയിരങ്കണ്ണി ശാഖയുടെയും എല്ലാവരും സംയുക്തമായി ഗണേശ സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. SNDP യോഗം ആയിരങ്കണ്ണി ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ഗുരുകുലം മഠാധിപതി സ്വാമി തീർത്ഥ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ പീതപതാക ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് ജയഗോപാൽ വൈക്കാട്ടിൽ പതാക ഉയർത്തിയ ചടങ്ങിൽ പ്രസിഡന്റ് കുമാരൻ പനച്ചിക്കൽ അധ്യക്ഷനായി. ശാഖയിലെ ഗൃഹങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആയിരങ്കണ്ണി ക്ഷേത്രത്തിലും ഗുരുസന്നിധിയിലും പ്രാർത്ഥിച്ച് സ്വാഗത സംഘം ഓഫീസിൽ സമാപിച്ചു. ആയിരങ്കണ്ണി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഉത്തമൻ കാതോടിനെ ആദരിച്ചു. ഘോഷയാത്രയ്ക്ക് ചെയർമാൻ ജയതിലകൻ, സെക്രട്ടറി മനോജ് കോഴിശ്ശേരി, ഗോവിന്ദലാൽ വൈക്കാട്ടിൽ, പ്രകാശൻ പണിക്കെട്ടി, ബിജോയ് ചളിപ്പാട്ട്, അഭിലാഷ് AT, പ്രസന്നൻ ഇയാനി, രോഹിത് KR, കൃഷ്ണദാസ് KV, മാലതി ടീച്ചർ, കാന്തി മനോഹരൻ, ചന്ദ്രമതി കുമാരൻ, ലതാമോഹൻ, ഷാലി ചാളിപ്പാട്ട്, മൈഥിലി തിലകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരിച്ചപ്പെട്ടിപ്പോൾ 170 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 170ാമത് ജയന്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗുരു മുന്നോട്ട് വെച്ച ജീവിത ദർശനം
അത് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളതാക്കി തീർക്കത്തക്ക തരത്തിൽ നാം എത്ര കണ്ട് മുന്നോട്ട് വരണം എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന നിമിഷമാണ്. ചന്ദ്രാപിന്നി SN വിദ്യാഭവനിൽ ഗുരുജയന്തി ആഘോഷിച്ചു. SNENC ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് വിജയരാഘവൻ, പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, ട്രസ്റ്റ് സെക്രട്ടറി MS പ്രദീപ്, ജോയിന്റ് സെക്രട്ടറിമാരായ PT സുരേഷ് ബാബു, രാജ്കുമാർ കരുവത്തിൽ, ട്രഷറർ TK രാജീവൻ, അഡ്മിനിസ്ട്രേറ്റർ PV സുദീപ് കുമാർ, മാനേജ്മെൻറ്റ് പ്രതിനിധികളായ IK സുഷമ, രമണി ലോഹിതാക്ഷൻ, പ്രധാനാധ്യാപകരായ NK സുലജ, സന്ധ്യ പ്രജോത്, മിനി ലെനിയ എന്നിവർ സംസാരിച്ചു. ഇൻ്റർ സ്കൂൾ ചതയ ദിനാഘോഷത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഹൈസ്കൂൾ വിഭാഗം മലയാളം പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇവാറോസ് ജെയിംസിന് തഷ്നാത്ത് പുഷ്പാങ്കദൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി SNENC ട്രസ്റ്റ് ട്രഷറർ TK രാജീവൻ സമ്മാനിച്ചു. വിളിക്കാണ്, സ്വാമിജിയെ വിളിക്കുന്നു. അടുത്ത ഊഴം ഇന്ത്യയുടെ പ്രതിനിധി സ്വാമി വിവേകാനന്ദൻ സംസാരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ വന്നിട്ട് അമേരിക്കയിലെ സായിപ്പന്മാരുടെ ആദ്യമായിട്ട് സംസാരിച്ചത് ലേഡീസ് ആൻഡ് സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ സഹോദരന്മാരെ എന്നും തുടങ്ങിയുന്ന ഒരു പ്രസംഗം. എല്ലാവരും നിശബ്ദരായി, വിമർശിച്ചവരെല്ലാം. ഇത്രയും ഗംഭീരമായിട്ട് ഒരു സന്യാസി വന്നിട്ട് സംസാരിക്കുക. മുട്ടിച്ചൂർ പാടിയം ശ്രീനാരായണ ഗുരുദേവ മന്ദിരം കമ്മിറ്റി, ഗുരുകുല ലൈബ്രറി എന്നിവയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തിരുപ്പിറവിയോടനുബന്ധിച്ച് ആഘോഷങ്ങൾ ഒഴിവാക്കി ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുക വയനാട് ദുരന്ത നിവാരണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഘോഷയാത്രയുടെ വാദ്യമേളങ്ങൾ ഒഴിവാക്കി ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച 50,000 രൂപയുടെ ചെക്ക് ഭാരവാഹികൾ CC മുകുന്ദൻ MLAക്ക് കൈമാറി. സെക്രട്ടറി CS ശിവരാമൻ, പ്രസിഡന്റ് TK സോമൻ, ഖജാൻജി KV നാരായണൻ, ഗുരുകുലം ലൈബ്രറി സെക്രട്ടറി TS പ്രദീപ്, രക്ഷാധികാരികൾ KS രാഘവൻ, KK രാജൻ, മാതൃസംഘം സെക്രട്ടറി പൂർണിമ വിക്രമൻ എന്നിവർ പങ്കെടുത്തു. രാവിലെ മഹാഗുരുപൂജയും സമൂഹ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രധാനത്തിനെ കുറിച്ച് പറയാനുണ്ടായി. എന്നിരുന്നാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത്. ഒന്ന് അമ്പലവുമായി ബന്ധപ്പെട്ട ആചാര ചടങ്ങും അതുപോലെ തന്നെ വയനാട് പ്രദേശത്ത് അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന സഹായ ഫണ്ടുമാണ് ഏറ്റുവാങ്ങി. മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാം ജന്മദിനമാണ്. 170ാം ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തും ഗുരുദേവന്റെ ആശയങ്ങൾക്ക് കുറിച്ചുകൊണ്ടുള്ള വലിയ വലിയ പരിപാടികൾ നടത്തേണ്ട ദിവസമാണ്. അന്തിക്കാട് ശ്രീനാരായണ ഭക്ത കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഗുരുജയന്തി ആഘോഷിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പതാക ഉയർത്തി. CC മുകുന്ദൻ MLA ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഭരതൻ ശാന്തി അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പുത്തൻപീടിയയ്ക്ക് ഡയലൈസർ നൽകി. ചികിത്സാ ഫണ്ടും കൈമാറി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വാർഡ് മെമ്പർ KK പ്രദീപ് കുമാർ എന്നിവർ ചേർന്ന് ദൈവദശകം പ്രശ്നോത്തരി മത്സര വിജയികൾ, SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു. രക്ഷാധികാരി സുഗതൻ തൊപ്പിയിൽ സംസാരിച്ചു. തുടർന്ന് ശ്രീനാരായണ ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് CV മോഹൻകുമാർ പ്രഭാഷണം നടത്തി. പുല്ലാങ്കുഴൽ കലാകാരൻ ആനന്ദൻ കാരമുക്ക് ഗുരുദേവ കീർത്തനാലാപനം നടത്തി. അതുപോലെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി പ്രഭാഷണം ഗുരുദേവനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ പ്രസംഗം കേൾക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഉള്ളത്. നീണ്ട പ്രസംഗം ഒരു പരിധി പാടുള്ളൂ. അപ്പോൾ ഗുരുദേവൻ്റെ ആശയമായതുകൊണ്ട് എല്ലാവർക്കും കേൾക്കാനും അതുമായി മുന്നോട്ട് പോകാനുമുള്ള ആശയപരമായൊരു മാറ്റം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് മുൻകാലങ്ങളിൽ ഇപ്പോഴും നമ്മുടെ പ്രദേശത്തുള്ളത്. ചില അപസ്വരങ്ങളൊക്കെ ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയത്തോട് യോജിച്ച് മുന്നോട്ട് പോകാൻ ഭൂരിപക്ഷം ജനങ്ങളുടെയും ആഗ്രഹം പൂർത്തീകരിച്ചു വരികയാണ്. അപ്പം ആഗ്രഹമായ ആ ഒരു വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോൾ പിന്നെയും ആവർത്തിച്ച് സംസാരിക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പ്രോഗ്രാം എൻ്റെ അകത്തുള്ളത് കൊണ്ട് പ്രഭാഷണം കൂടി ആകുമ്പോൾ ഒരുവിധം ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് വളരെയേറെ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ കയറി വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ മനസ്സ് നന്നാവണം.
ആലപ്പാട് ശ്രീനാരായണ ഭക്തജന സമാജവും ആലപ്പാട് പുറത്തൂർ ശാഖയും ആലപ്പാട് വനിതാ സ്വയം സഹായ സംഘവും സംയുക്തമായി ജയന്തി ദിനം ആഘോഷിച്ചു. സമാജം പ്രസിഡന്റ് TS പ്രതീഷ് കുമാർ സമാജം ആസ്ഥാന മന്ദിരത്തിൽ പീതപതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചു. തുടർന്ന് ഗുരുപൂജ, ഓണപ്പുടവ വിതരണം, പ്രസാദ വിതരണം എന്നിവ നടന്നു. സമാജം സെക്രട്ടറി KS ബോസ്, വൈസ് പ്രസിഡന്റ് KM റോയ്, KM രാമകൃഷ്ണൻ, NR ജയപ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. നമോ ഭഗവതേ നിത്യസുത്തമുക്തമഹാത്മനെ നാരായണയതീന്ദ്രായ ശ്രീ ശ്രീ ഗുരവേ നമഃ. ഇടവേള. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. SNDP യോഗം എടത്തിരുത്തി ശാഖ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. ഘോഷയാത്രയ്ക്ക് ജാഥ ക്യാപ്റ്റൻ പള്ളിത്തറ പ്രകാശൻ നേതൃത്വം നൽകി. മുഖ്യ രക്ഷാധികാരി കുന്നപ്പശ്ശേരി ഗംഗാധരൻ ഹാരാർപ്പണം നടത്തി. ശാഖയിലെ മുഴുവൻ ഭവനങ്ങളിലും നിലവിളക്ക് കൊളുത്തി പ്രത്യേക പ്രാർത്ഥനാ യോഗം സംഘടിപ്പിച്ചു. പ്രാർത്ഥനാ യോഗങ്ങൾക്ക് വനിതാ സംഘം ഭാരവാഹികളായ സിന്ധു ജയറാം, ജിസിയാനിൽ, ലയാമിത്രൻ എന്നിവർ നേതൃത്വം നൽകി. ഘോഷയാത്രയ്ക്ക് ശാഖാ പ്രസിഡന്റ് അനിരുദ്ധൻ മാരാത്ത്, സെക്രട്ടറി ഷൈൻ കൊല്ലാറ, വൈസ് പ്രസിഡന്റ് അജയ് കുമാർ കുന്നപ്പശ്ശേരി, കൂടാതെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മോഹേഷ് കുമ്പളപ്പറമ്പിൽ,
സാജൻ അനിൽ വാലിപ്പറമ്പിൽ, ബിജു കുന്നപ്പശ്ശേരി, ഷെജി പൊന്നമ്പിള്ളി, വിപിൻ, സരള ശിവരാമൻ, ശോഭന എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം വലപ്പാട് ശാഖയുടെ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ ഗുരുപൂജ, പതാക ഉയർത്തൽ, തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഷെല്ലി സുഗുണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹരിനാഥ് കരുവത്തിൽ അധ്യക്ഷനായി. KV ജയരാജൻ, കൃഷ്ണകുമാർ പണിക്കെട്ടി, പുഷ്പാങ്കദൻ നടുപ്പറമ്പിൽ, രാഹുലൻ വേളക്കാട്ട്, ബിജോയ് എരണേടത്ത്, കേരള പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഗുരുജയന്തിയോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും നടത്തി. തുടർന്ന് വാഹന ഘോഷയാത്രയും നടന്നു. ഹൃദയബന്ധമില്ലാതെ ബുദ്ധിപരമായിട്ട് മാത്രമുള്ള ഒരു ബന്ധമാണ് ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നത്. അത് ഏത് സമയവും ഇല്ലാതെയായി പോകും. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ഗുരുവുമായിട്ടൊരു ഹൃദയബന്ധം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള സമസ്ത ജീവികളുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം ഉണ്ടാകുക. അതില്ലാത്തതാണ് ഇന്ന് ഈ കാണുന്ന ലോകത്തിലുള്ള സകല ദുഃഖങ്ങൾക്കും കാരണമായിട്ട് തീരുന്നത്. അവിടെ നമുക്ക് ഗുരുവിനെ അറിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവിനെ എങ്ങനെയാണ് അറിയുക? ഗുരുവിനെ അറിയാനായിട്ട് അതിന് ആദ്യം വേണ്ടത് നമുക്ക് നാം എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധമാണ്. ശ്രീനാരായണ ഗുരുജയന്തിയോടനുബന്ധിച്ച് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. PTA പ്രസിഡന്റ് PSP നസീർ, അധ്യാപകരായ സന്ധ്യ, സിന്ധു, ലേഖ, വിന്ധ്യ, ഷാജു എന്നിവർ നേതൃത്വം നൽകി. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾ, തുടർന്ന് ഗുരുമന്ദിരത്തിൽ മഹാഗുരുപൂജയും കാവടിയാട്ടവും നാദസ്വരമേളവും നടന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്ര മേൽശാന്തി സന്ദീപ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, സെക്രട്ടറി അതുല്യഘോഷ് വെട്ടിയാട്ടിൽ, ട്രഷറർ സലിൽ മുളങ്ങിൽ, വൈസ് പ്രസിഡന്റ് സുമോദ് എരണേഴത്ത്, ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറിമാരായ രഞ്ജൻ എരുമത്തിരുത്തി, അജിത് കാരയിൽ, സുനിൽ അണക്കത്തിൽ, ജിനൻ വാഴപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. നാരായണ ഗുരുദേവന്റെ ഈ ജന്മദിനത്തോടനുബന്ധിച്ച്, ജയന്തിയോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ പൂജ കൊണ്ട് എല്ലാവിധ ഗുണാനുഭവങ്ങളും നമ്മളിലും നമ്മുടെ ഈ ദേശവാസികളിലും എല്ലാ ശ്രീനാരായണീയ ഭക്തരിലൊക്കെ പൂർണ്ണമായിട്ടുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവദശവും പുരുഷത്വവും ചൊല്ലുമ്പോൾ ഒരുമിച്ച് ചൊല്ലുക. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. SNDP യോഗം തൃപ്രയാർ ശാഖയും സാമൂഹ്യ ക്ഷേമ സമിതിയും സംയുക്തമായി ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. തൃപ്രയാർ ഗുരുമന്ദിരത്തിൽ ഗുരുപൂജ നടന്നു. തൃപ്രയാർ ശാഖയുടെ പരിധിയിലുള്ള എല്ലാ വീടുകളിലേക്കും വാഹനഘോഷയാത്ര നടന്നു. ശാഖാ പ്രസിഡന്റ് PG സത്യൻ പതാക ഉയർത്തി. ശാഖാ സെക്രട്ടറി അക്ഷയ് S കൃഷ്ണ, സ്വാമിക, ക്ഷേമസമിതി പ്രസിഡന്റ് പാറൻകുട്ടി, സെക്രട്ടറി അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. SK ശ്രീധരൻ, EP ഭാസ്കരൻ, രാജേഷ് സുധീർ, ഉഷ സുധീർ, മദനൻ, സുനിൽകുമാർ, ശ്രീരാമൻ എന്നിവർ നേതൃത്വം നൽകി. ശ്രീനാരായണീയരെ ഇന്ന് നമ്മളെ കാണപ്പെട്ട ദൈവമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ 170ാമത് ജയന്തി ആഘോഷമാണ് ഇന്ന് ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ എന്നെന്നും അനുസ്മരിക്കുന്നതിന് വേണ്ടി ഈ നാളിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു.
SNDP യോഗം എടമുട്ടം സെൻട്രൽ ശാഖ ഗുരുജയന്തി ആഘോഷം നടത്തി. ദേവദാസ് ഈരേഴകത്തിന്റെ കാർമ്മികത്വത്തിൽ ഗുരുപൂജയും പ്രാർത്ഥനയും നടന്നു. ഉണ്ണികൃഷ്ണൻ എടച്ചാലി പതാക ഉയർത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് താരാനാഥൻ മാസ്റ്റർ ഉപഹാരം നൽകി. SNS സമാജം പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, മഹാദേവൻ പാണപറമ്പിൽ, പ്രദീപ് തോട്ടുപുര, സുജിന്ത് പുല്ലാട്ട്, മോഹൻദാസ് വടക്കുംചേരി, സുഗുണൻ മണ്ടാമ്പുള്ളി, ദേവദാസ് ഈരേഴത്ത്, ഗിരിജാ പ്രജ്ഞൻ, അമ്പിളി സുജിന്ത്, ബാബു പാണമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കാവടി, നാദസ്വരം, തകിൽ മേളം, പ്രസാദകഞ്ഞി വിതരണം എന്നിവ ഉണ്ടായി. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന വിലങ്ങാട്, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലേക്ക് വേണ്ടി ശേഖരിച്ച അവശ്യ സാധനങ്ങളുമായി വാഹനം ചെമ്മാപ്പള്ളി പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ KN കോംപ്ലക്സിൽ നിന്നും പുറപ്പെട്ടു. തിങ്കളാഴ്ച വിവാഹിതരായ അരുൺ, പാർവതി വധൂവരന്മാർ കതിർ മണ്ഡപത്തിൽ നിന്ന് നേരിട്ടെത്തി അവശ്യ സാധനങ്ങൾ ശേഖരിച്ച വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ, കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ, ഉണ്ണികൃഷ്ണൻ മേനോത്ത് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിൻ്റെ ഇങ്ങനെ ഒരു ഈ വയനാട്ടിലേക്കുള്ള ഒരു കൈത്താങ്ങിന് വേണ്ടിയിട്ട് കൈത്താങ് ചെയ്യുന്നതിന് ഇത് സന്തോഷകരമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഒപ്പം എല്ലാം ഭംഗിയായി ചെയ്യാൻ കഴിയട്ടെ. വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്ന റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് ധനശേഖരണാർത്ഥം ഡിവൈഎഫ്ഐ വാടനപ്പള്ളി മേഖലാ കമ്മിറ്റി മീൻ കച്ചവടം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ER റജീന അധ്യക്ഷയായി. മേഖലാ സെക്രട്ടറി PB നിലേഷ് ജിത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം VR ഷിജിത്ത്, DYFI നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ എന്നിവർ സംസാരിച്ചു. MA യൂസഫ്, അസീബ അസീസ്, ദീക്ഷിത്, PK ധർമ്മൻ, EC ശ്രീകുട്ടൻ, ഹരി ചമ്പകശ്ശേരി, ശ്രീജിത്ത് അമ്പാട്ട്, PS സുബിൻ, ഷെഫിൻ, NS ഫാരിസ് എന്നിവർ നേതൃത്വം നൽകി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ദിനാചരണം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും സദ്ഭാവനാ പ്രതിജ്ഞയും എടുത്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. അധ്യാപക അവാർഡ് ജേതാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ സദ്ഭാവനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീ ശിവപ്രസാദ്, EB ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുഗന്ധിനി ഗിരീഷ്, കർഷക കോൺഗ്രസ് മണ്ഡലം PV ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനമായ സദ്ഭാവനാ ദിനം ആചരണം നടത്തി. കോതകുളം സെന്ററിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി VA ഫിറോസ്, MM ഇക്ബാൽ, സുമേഷ് പാനാട്ടിൽ, MA സലീം, ബിനോയ് ലാൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പ, ഡേവിസ് വാഴപ്പള്ളി, പ്രവീൺ പൊയ്യാറ, സജിത്രൻ തയ്യിൽ, UR രാകേഷ്, ഉജിത ഉണ്ണികൃഷ്ണൻ, K വിജയലക്ഷ്മി, KH ശരത്, നിതിൽ കുമാർ ചുള്ളിയിൽ, EP തോമസ്, നാസർ പാറപ്പുറം, ഡിജിൽ ഡേവിസ് എന്നിവർ പുഷ്പാർച്ചനയിലും അനുസ്മരണ പരിപാടിയിലും പങ്കെടുത്ത് സംസാരിച്ചു. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത് എനിക്കൊരു സ്വപ്നമുണ്ട് എന്നുള്ളതാണ്. ഐ ഹാവ് എ ഡ്രീം എന്നുള്ളതാണ് പ്രിയപ്പെട്ട മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതെന്നാൽ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിജി പറഞ്ഞത് ഐ ഹാവ് ടു ഡ്രീം, എനിക്കും ഒരു സ്വപ്നമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രാജ്യത്തെ യുവജനങ്ങളെ ഒത്തുചേർത്ത് പിടിച്ച് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഏറെ സഹായകരമാക്കുന്ന രീതിയിലേക്ക് IT മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മതേതരത്വത്തിന് പ്രാധാന്യം കൊടുത്ത് രാജ്യത്തിൻ്റെ കാവൽപ്പടനായി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് പ്രിയപ്പെട്ടവരെ രാജീവ് ഗാന്ധി എന്നാണ്. വലപ്പാട് ലയൺസ് ക്ലബ്ബും കൊച്ചിൻ ഐ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ തിമിര പരിശോധനയും ചികിത്സയും കരയാവട്ടം ധർമ്മവിലാസം LP സ്കൂളിൽ വെച്ച് നടത്തി. വലപ്പാട് മാക്കെയറിന്റെ പ്രമേഹ രക്തസമ്മർദ്ദ നിർണയ ക്യാമ്പും നടന്നു. റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശോഭകുമാർ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ ദിലീപ് കുമാർ, ലയൺസ് ക്ലബ് ഭാരവാഹികളായ രജനി ഉണ്ണികൃഷ്ണൻ, ജോൺ ആൻഡ്രോസ്, അജിത് പ്രസാദ്, അംഗങ്ങളായ AS ജോസഫ്,
സുരേഷ്, നന്ദകുമാർ, സുദർശനൻ, പ്രീതി ബിന്നി, രശ്മി പ്രിയൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ജീവിതം മുഴുവൻ ഇരുട്ടിലാകും. അന്ധതയെ അകറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്റർനാഷണൽ ഈ ലോകം എല്ലായിടത്തും ചെയ്യുന്ന സർവീസ് പ്രോജക്റ്റാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും അതോടൊപ്പം സൗജന്യമായി തിമിര ശസ്ത്രക്രിയയും ചെയ്തു കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നാണ് ഡയബറ്റിക്സ്. നേരത്തെ രോഗം കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൽ നിർമ്മാർജ്ജനം ചെയ്യുവാൻ എളുപ്പമാണ്. ഈ 2 രോഗങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക നിർദ്ദേശത്തോടുകൂടി 2 ഡയബറ്റീസിൻ്റെയും വിഷൻ്റെയും ഒരുമിച്ച് ഒരു മെഡിക്കൽ ക്യാമ്പായാണ് പാലപ്പാട് ലയൺസ് ക്ലബ്ബ് ഇവിടെ ഇന്ന് ഈ ധർമ്മവിലാസ സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. നെടുപുഴയിലെ കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്ററായ ആലപ്പാട് സ്വദേശി ആലപ്പാട്ട് മേച്ചേരിപ്പടി ജോർജ് ഫിലോമിന ദമ്പതികളുടെ മകൻ ബിജു അന്തരിച്ചു. 52 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ അമല ആശുപത്രിയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് മരിച്ചത്. ഏക സഹോദരൻ സിജു കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഡയറക്ടറാണ്. COA ജില്ലാ കമ്മിറ്റി അംഗം, COA ചേർപ്പ് മേഖലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രമുഖ ഹോം റേഡിയോ ഓപ്പറേറ്ററായ ബിജു 2018 പ്രളയം ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ജില്ലാ ഭരണകൂടത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ബുധനാഴ്ച ആലപ്പാട് പൊറത്തൂർ സെയിന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരു ജയന്തി നാടെങ്ങും ഭക്തിപുരസരം ആഘോഷിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ദുരിതബാധിതർക്കായി ശേഖരിച്ച അവശ്യ സാധനങ്ങളുമായുള്ള വാഹനം പെരിങ്ങോട്ടുകരയിൽ നിന്ന് പുറപ്പെട്ടു. വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കിടപ്പാടമൊരുക്കാൻ DYFI വാടാനപ്പള്ളി മേഖലാ കമ്മിറ്റി മീൻ കച്ചവടം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.